സംസ്ഥാനത്ത് നെല്ല് സംഭരണത്തിൽ വീണ്ടും അനിശ്ചിതത്വം എന്നൊരു വാർത്ത വരുന്നു. സർക്കാർ നിർദ്ദേശം മില്ലുടമകൾ തള്ളി. 100 കിലോ സംഭരിക്കുമ്പോൾ നൽകേണ്ട അരിയുടെ അളവ് 64.5 കിലോയിൽ കൂടുതൽ പറ്റില്ലെന്നാണ് തീരുമാനം. വീണ്ടും ചർച്ച നടത്താനാണ് ഭക്ഷ്യമന്ത്രിയുടെ നീക്കം. നമുക്ക് പ്രതികരണം ഒന്ന് കേട്ടുവരാം. നെല്ല് സംഭരണത്തിൽ കർഷകരുടെ കാലാവസ്ഥ വ്യതിയാനം വന്നപ്പോൾ തന്നെ കർഷകരുടെ പ്രയാസങ്ങൾ കണക്കിലെടുത്ത് അവരുടെ ആവശ്യങ്ങളിൽ വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അവരുടെ അംഗങ്ങൾ ഇതിനോട് സഹകരിക്കാൻ വലിയ പ്രയാസകരമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് സഹകരിക്കാൻ കഴിയാത്തൊരു സ്ഥിതി അവർ നിലവിളിച്ചു പറഞ്ഞു. എന്തായാലും അത്തരം വിഷയം വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നിലപാടാണ് ഗവൺമെൻറ് മില്ലുടമകളോട് സ്വീകരിച്ചത്. അത് കേരളത്തിലെ കൃഷിക്കാരെ അവരുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അകറ്റുവാൻ വേണ്ടിയാണ്. അതിനോട് സഹകരിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അതിനനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. മീറ്റിംഗ് ഒന്നും തീരുമാനിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്ന് 11 മണിയോടുകൂടിയാണെന്നാണ് അവർ വിളിച്ചത്. അപ്പോൾ ആ സമയത്ത് വിളിച്ചത് ഞാൻ ഫിനാൻസ് മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങൾ എന്താണെന്ന് ആലോചിക്കും. ഓക്കെ, അതായത് 100 കിലോ നെല്ല് കൊടുക്കുമ്പോൾ അരി തിരിച്ചു കൊടുക്കേണ്ടത് മില്ലുടമകൾ 64.5 കിലോ വരെയാണ്. അതേ ഞങ്ങൾക്ക് പറ്റൂ എന്നാണ് പറയുന്നത്. വീണ്ടും ചർച്ച നടത്താനാണ് ഭക്ഷ്യമന്ത്രിയുടെ നീക്കം. നെൽകർഷകർക്കൊപ്പം ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, ഈ താങ്ങുവില 28 രൂപയിൽ നിന്ന് 30 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അതിൽ നെൽകർഷകർക്ക് അല്പം ആശ്വാസം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ മില്ലുടമകളുടെ ഈ തീരുമാനം വീണ്ടും നെല്ല് സംഭരണം പ്രതിസന്ധിയിലാക്കുമെന്ന ആശങ്കയിലാണോ കർഷകർ? ഗുഡ് മോർണിംഗ് ശരത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അൻകുമാർ. അതായത് നെല്ല് സംഭരണ വില 28 നിന്ന് 30 ആക്കിയത് ചെറിയ രീതിയിലെങ്കിലും കർഷകർക്ക് ആശ്വാസകരമായിരുന്നു. പക്ഷേ എന്തായാലും നെല്ല് സംഭരണത്തിൽ അല്ലെങ്കിൽ ഔട്ട്ലൈൻ റേഷ്യോയിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് മില്ലുടമകൾ എടുത്തതോടുകൂടി തന്നെ നെൽകർഷകർ വലിയ പ്രതിസന്ധിയിലേക്ക് വീണ്ടും മാറിയിരിക്കുകയാണ്. ഇവിടെ കാണാൻ സാധിക്കും, ഈ 10-15 ദിവസമായി ഇങ്ങനെ നെല്ല് കൊയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. പല ഭാഗങ്ങളിലും നെല്ലിപ്പോൾ കിളിർത്തി വന്നിരിക്കുന്നു. അങ്ങനെ ഈ കൊയ്തിട്ട നെല്ല് കർഷകരെ സംബന്ധിച്ചിടത്തോളം സംഭരിക്കാൻ കഴിയാത്തത് വലിയ പ്രതിസന്ധിയാണ്. നമുക്ക് കാണാൻ സാധിക്കും, നെല്ല് ഇപ്പോൾ കിളിർത്ത് വന്നിരിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെടാത്ത രീതിയിൽ കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ നെല്ലുകളൊക്കെ തന്നെ ഇവിടെ കൂട്ടിയിട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അത് സംഭരണം കൃത്യമായി നടക്കാത്തതാണ് പ്രധാനമായും പ്രതിസന്ധിയായുള്ളത്. നമുക്കിപ്പം കർഷകർ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഇപ്പം നിലവിൽ നെല്ല് സംഭരണം ഈ കൃത്യമായി നടത്തുന്നില്ല, മാത്രമല്ല ഇപ്പം മില്ലുടമകൾ വിട്ടുവീഴ്ചയില്ല എന്നൊരു നിലപാട് എടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ 16-17 ദിവസമായിട്ട് ഇതേ രീതിയിലാണ് ഈ നെല്ലിൻ്റെ അവസ്ഥ. നല്ല ഒന്നാന്തരം നെല്ലായിരുന്നു. അത് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ മഴയും വെള്ളമൊക്കെ ആയിട്ട് കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുക. ഇനിയെങ്കിലും ഇത് ഈ വന്ന നെല്ല് എടുക്കാനായിട്ട് മില്ലുടമകളുമായിട്ട് സർക്കാർ എന്തെങ്കിലും ഒരു തീരുമാനം എത്തിയില്ലെങ്കിൽ ഇതിന് കൂടുതൽ നഷ്ടം സഹിക്കേണ്ടി വരും കർഷകർ. ഔട്ട്ലൈൻ റേഷ്യോ 66 ആയിരുന്നു സർക്കാർ പറഞ്ഞത്. പക്ഷേ മില്ലുടമകൾ പറയുന്നത് 64 ആക്കി കുറയ്ക്കണമെന്നുള്ളതാണ്. അതായത് പുഴിയും കുത്തി അരിയുടെ കാര്യമാണ് പറയുന്നത്. അരി ഇപ്പോഴും പറയുവാണ് ഒരു 68 കിലോ അരി ഉറപ്പായിട്ടും കിട്ടും. 68 കിട്ടും. അത് മില്ലുടമകൾ പറയുന്നത് 64 വരെ കിട്ടാൻ സാധ്യതയുള്ളൂ. ഇല്ലല്ല, അത് പറയുന്നത് അവർക്ക് കിഴിവിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ അവർ പാതി ചോദിച്ചാൽ ഇത് കൊടുക്കേണ്ട ഗതികേടിലാണ് കർഷകർ വന്ന് നിൽക്കുന്നത്. അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉടനടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ കർഷകർ ഇതേ ഇനി അപ്പുറം കൊയ്യാൻ കിടക്കുന്നത് 5 ദിവസം കഴിയുമ്പോൾ അത് കൊയ്യും. 300 പാടശേഖരം കൊയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അവിടെ വന്ന് നെല്ല് കാണാൻ പറ. ഇവിടെ ഇപ്പൊ എത്ര ദിവസമായി കൊയ്തിട്ട്? ഇത് 16 ദിവസം കഴിഞ്ഞു. അൻകുമാർ, ഈ കാണുന്നത് പോലെ 16 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഈ നെല്ല് കൊയ്തിട്ടിട്ട്. ഇവിടെയൊക്കെ തന്നെ നെല്ല് കാണാം, പക്ഷേ പലതും കിളിർത്ത് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിലാണ് ഇത്തരത്തിൽ നെല്ല് കിളിർക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മാത്രമല്ല കൊയ്തിടാനടക്കം പല സ്ഥലങ്ങളിലും നെല്ലുണ്ട്. ഇത് കൊഴിയാത്തതിന് കാരണം ഈ മഴ പെയ്താൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഇതുപോലെ തന്നെ നെല്ല് കിളിർക്കും. അതോടുകൂടി തന്നെ കർഷകർക്ക് അത് വലിയ നഷ്ടമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മഴ കൂടി പേടിച്ചുകൊണ്ട് തന്നെയാണ് കർഷകർ ഇത്തരത്തിൽ നെല്ല് കൊയ്യാൻ മടിക്കുന്നത്. മാത്രമല്ല മില്ലുടമകൾ നെല്ല് സംഭരിക്കാനും തയ്യാറായിട്ടില്ല. സർക്കാരുമായ ഒരു തീരുമാനം എത്താതെ കാര്യത്തിൽ കർഷകരും വലിയ പ്രതിസന്ധിയിലേക്ക് മാറുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ നെല്ല് സംഭരണത്തിന് അത് 2 രൂപ കൂട്ടിയെങ്കിൽ പോലും നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ തയ്യാറാകാത്തത് കർഷകർക്ക് വലിയ പ്രതിസന്ധിയാണ്. താങ്ക് യു ശരത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ടവരെ, ആ നെല്ലിങ്ങനെ ഉണക്കിയിടാൻ ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ, അതും കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ ചങ്കിടിച്ചു പോകും പാവപ്പെട്ട ഈ നെൽകർഷകരുടെ. നമ്മളൊക്കെ അന്നം ഉണ്ണുന്നത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ വിയർപ്പല്ലേ പ്രിയപ്പെട്ടവരെ.